അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ നമ്മൾ ആട് മാട് അങ്ങനെയൊക്കെ ഇറക്കുന്ന സമയത്ത് ബിസ്മിയും സ്വലാത്തും ഒക്കെ ചെല്ലൽ സുന്നത്തുണ്ടല്ലോ. അത് പൊതുവെ എല്ലാവരും ചെയ്യുന്നതുമാണ്. പക്ഷെ അതേ സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ചൂണ്ട ഇടുക, അതുപോലെ വല എറിഞ്ഞ് മീൻ പിടിക്കുക, ഇത് ചിലർ ഹോബിയായിട്ട് അല്ലെങ്കിൽ ചിലർ അവരെ ഉപജീവന മാർഗമായിട്ടൊക്കെ ചെയ്യണവരുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ വല എറിയുമ്പോഴും അല്ലെങ്കിൽ ചൂണ്ടിടുമ്പോഴൊക്കെ ബിസ്മിയും സ്വലാത്തും ചെല്ലൽ സുന്നത്തുണ്ട് എന്ന് കേട്ടു. അത് അങ്ങനെ ഉള്ളത് തന്നെയാണോ? കാരണം നമ്മളിപ്പോൾ അത് മീൻ പിടിച്ച് അത് ചത്തതാണെങ്കിലും ഭക്ഷിക്കൽ ഹലാലാണല്ലോ. അതിന് അറുക്കുന്ന കാര്യങ്ങളോ ഒന്നും പിന്നെ വേറെ ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണോ? ഉലമാക്കൾ ഇതിനെക്കുറിച്ച് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ഒഴിവാക്കിയാൽ കറാഹത്ത് വരുമോ? അതൊന്ന് ഉസ്താദ് വിശദീകരിക്കും. മൃഗങ്ങളെ അറുക്കുന്ന സമയത്ത് ബിസ്മി, സലാത്ത്, സലാം ഇതൊക്കെ സുന്നത്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം പിന്നെ മത്സ്യം പിടിക്കുമ്പോഴോ, മത്സ്യം പിടിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അല എറിഞ്ഞിട്ട് പിടിക്കും, അല്ലെങ്കിൽ ചൂണ്ടയിട്ട് പിടിക്കും, അങ്ങനെ പല രൂപത്തിലും പിടിക്കുമല്ലോ. അപ്പോൾ അതൊരു വേട്ടയാടുന്ന രൂപത്തിലാണ് അതിനൊക്കെ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വേട്ടയാടുക എന്ന് പറയുമ്പോൾ അമ്പെയ്തുകൊണ്ട് മൃഗങ്ങളെ പിടിക്കും. അപ്പയും ഈ പറയുന്ന ബിസ്മിയും സലാത്തും സലാമും ഒക്കെ സുന്നത്തുണ്ട് എന്ന് ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മത്സ്യം പിടിക്കുന്ന സമയത്തും ഇത് ഉണ്ട് എന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആ വിയോജിപ്പൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ അങ്ങനെ സുന്നത്തുണ്ട് എന്ന് മഹാനായ ഖാത്തിമുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. തുഹ്ഫയുടെ 9ാം വാള്യം ഈ ദബഹിന്റെ ഒക്കെ അധ്യായത്തിൽ തന്നെ നോക്കിയാൽ കാണും വേട്ടയാടുക അതുപോലെ തന്നെ അറുക്കുക എന്നൊക്കെ എൻ്റെ നിബന്ധന പറയുന്നിടത്ത് പറയുന്നുണ്ട്. തുഹ്ഫയുടെ 9ാം വാള്യത്തിന്റെ 657 പേജിലുണ്ടോ. ഇപ്പോ അറവിന്റെ സമയത്ത് ബിസ്മി ചൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ ഇങ്ങനെ പറയുന്നു, വഖദാ ഇൻദ റമീസ് സ്വൈദി വലോ സമക്കൻ. ഉണ്ടോ, മത്സ്യം പിടിക്കുകയാണെങ്കിലും ഈ പറയുന്ന ബിസ്മി ഉണ്ട്, ബിസ്മി സുന്നത്താണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുമ്പോൾ ബിസ്മി മാത്രം പോരാ, സലാത്തും സലാമും കൂടെ വേണം എന്ന് മഹാനായ മഖ്ദൂം തങ്ങൾ അവിടുത്തെ ഫതുഹുൽ മുഈനിൽ തന്നെ പറയുന്നുണ്ട്. ബിസ്മി മാത്രമല്ല സലാത്തും സലാമും ഉണ്ട് ആ സമയത്ത് എന്നുണ്ട്. ഫതുഹുൽ മുഈനിന്റെ 255 പേജിൽ തന്നെ വഖദാ ഇൻദ റമീസ് സ്വൈദി വലോ സമക്കൻ വഇർസാലിൽ ജാരിഹത്തി ആണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ. ബിസ്മി മാത്രം പോരാ, സലാത്തും സലാമും കൂടി വേണം എന്നുള്ളത്. അതെന്താ അങ്ങനെ എന്നുള്ളത്? അതായത് അള്ളാന്റെ പേര് പറയാൻ വേണ്ടി പറഞ്ഞു കൊടുത്തൊക്കെ റസൂലുള്ളാന്റെ പേരും പറയാൻ നിർദ്ദേശമുണ്ട്. അത് തന്നെയാണ് അതിന്റെ കാരണമെന്ന് മഹാനായ സയ്യിദുൽ ബക്കരി റഹിമഹുല്ല അവിടുത്തെ ഇആനത്തുൽ ത്വാലിബിൽ ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. ഫതുഹുൽ മുഈൻ വിശദീകരിച്ചിട്ട് ഇആനത്തിന്റെ 2ാം വാള്യം ഇതിന്റെ 577 പേജിലുണ്ടോ. ഇതിപ്പോ എന്റെ ബിസ്മി എന്ന് പറയുമ്പോ ആ മഹല്ലുണ്ടല്ലോ, യുഷ്റഉ ഫീഹി ദിക്റുല്ലാഹ്, അള്ളാഹുവിന്റെ പേര് പറയാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട സലാമു ഫ യുഷ്റഉ ഫീഹി ദിക്റു നബിയിഹി, അവിടെ റസൂലുള്ളാന്റെ പേര് അതിന്റെ പറയാനും കൽപ്പനയുണ്ട്. അത് തന്നെയാണ്. ബിസ്മി വേണം, സലാത്തും സലാമും ഒക്കെ വേണ്ടി വരും. ഏതുപോലെയൊക്കെ അദാനി വസ്സലാത്ത്, അതുപോലെ തന്നെ സലാത്ത്, അതുപോലെ തന്നെ ബാങ്ക്, ഇതൊക്കെ പോലെ അതിലൊക്കെ അങ്ങനെയാണ് നിർദ്ദേശങ്ങളുണ്ടല്ലോ. അപ്പൊ അള്ളാഹിനെ പറയുന്ന സമയത്ത് റസൂലുള്ളാനും പറയാണല്ലോ ആ ഒരു രൂപത്തിൽ. അതൊരു ബറക്കത്തായിട്ട് കുട്ടിയാ മതി എന്നാണ് മഹാനായ ഖത്തീബ് ഷർബീനി റഹിമഹുല്ല ഇഖ്നാ, അവിടുത്തെ ഇഖ്നാ എന്ന കിതാബിൽ അത് പറയുന്നത് കണ്ടു. അതൊരു ബർക്കത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ആ ബർക്കത്ത് കൊണ്ട് മത്സ്യം കിട്ടുക, അതുപോലെ തന്നെ ചൂണ്ടയിൽ എൻ്റെ മീൻ കൊത്തുക എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ മനസ്സിലായില്ല, ബർക്കത്താണ് ഇപ്പൊ അതൊക്കെ. ബിസ്മി അല്ല, അത് മുക്കുവന്മാര് കണ്ടിട്ടില്ല, അവര് പ്രത്യേകം ചെല്ലിപ്പറച്ചിലും ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക ശൈലി തന്നെ ഉണ്ട് അവർക്ക്. അതില് ഇഖ്നാഇന്റെ 2ാം വാള്യം 573 പേജിൽ തബറുക്കൻ ബിഹിമ, അതുകൊണ്ട് കണ്ടോ ഈ സലാത്ത് സലാം കൊണ്ട് ബർക്കത്ത് എടുത്താണ്ട് തന്നെയാണ് ആ രൂപം എന്നുള്ളത്. അപ്പൊ ഉപേക്ഷിക്കൽ കറാഹത്ത് തന്നെയാണ്, അത് സുന്നത്താണ്. അപ്പൊ അത് ഉപേക്ഷിക്കൽ കറാഹത്തുമാണ് എന്ന് ഇഖ്നാ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം സുലൈമാനുൽ ബുജൈരിമി റഹിമഹുല്ല ആഷത്തുൽ ബുജൈരിമി എന്ന പേരിൽ അറിയപ്പെടുന്ന തുഹ്ഫത്തുൽ ഹബീബ് പറഞ്ഞ കിതാബിൽ അതിന്റെ ഇഖ്നാ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് കറാഹത്താണ് ഒഴിവാക്കിയാൽ എന്നുള്ളത്. ഇതിന്റെ 4ാം വാള്യം ഇതിന്റെ 338 പേജിലുണ്ടോ അക്കിബത്ത് തസ്മിയത്തിന്റെ ഉടനെ സലാത്തും സലാമൊക്കെ ചെല്ലുക എന്നുള്ളത് വയുക്റഹു തർക്കുഹ, അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. അപ്പൊ കറാഹത്ത് കയറി വരും എന്നുള്ളതും. അപ്പൊ ആകത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ
മത്സ്യം എന്ന് പറയുന്നത് അറക്കാൻ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നുമില്ല, ചത്താലും അത് ശുദ്ധിയുള്ള സാധനം ഭക്ഷിക്കാൻ പറ്റുന്നതുമൊക്കെയാണ്. പിന്നെ വലിയ മത്സ്യങ്ങൾ അറക്കാൻ വേണ്ടി പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെങ്കിൽ അറവ് നിർബന്ധമില്ലല്ലോ. അപ്പൊ പിന്നെ അവിടെ ബിസ്മി സലാത്തും സലാമൊക്കെ എന്ത്, പിന്നെ എന്തിനാ മീൻ പിടിക്കുമ്പോൾ ബിസ്മി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മീൻ പിടിക്കുന്ന സമയത്തും ബിസ്മിയും സലാത്തും സലാമും ഒക്കെ പ്രത്യേകം നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നർത്ഥം കേട്ടോ.